കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊരു ട്രിപ്പും ഒക്കെ പോയി വന്ന അത് പനി, ചിലർക്ക് ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ 1-ാം തീയതിയാണ് ജനുവരി 1 ഇറങ്ങി കറങ്ങാനല്ല സാധനം മേടിക്കാൻ. അപ്പൊ കുറച്ച് സാധനം മേടിക്കാണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നെസ്റ്റോയിലാണ് പോണത്. പിന്നെ പാർക്കുട്ടന്റെ ഒരു ഉടുപ്പ് എടുക്കണം വിചാരിച്ചിട്ടുണ്ട്, ബർത്ത്ഡേ ഉടുപ്പ്. അപ്പോ അതിനാണ് നമ്മൾ പോണേട്ടാ. അപ്പൊ ഇന്നത്തെയും നാളത്തെയും ഒക്കെ വിശേഷം നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണാട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ അപ്പൊ നമ്മുടെ പാറക്കുട്ടനോട് ഇരിക്കുന്നത്, അമ്മക്കുട്ടി ഇരിക്കുന്നത്, ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം, നാളേക്കുള്ള സാധനങ്ങള്. പിന്നെ ഒരു കുഞ്ഞു കേക്ക് ഞാൻ ഷുഗർ കട്ട്, പാറക്കുട്ടിന്റെ ബർത്ത്ഡേ കൂടി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഷുഗർ കട്ട് ആക്കണം എന്നാണ് വിചാരിച്ചിരിക്കണേ. എന്നുവെച്ചാൽ നാളത്തെ ആ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട്. അപ്പൊ നോക്കാം, പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ നെസ്റ്റോര് നമ്മൾ എന്തായാലും സാധനം മേടിക്കാൻ വേണ്ടി കയറിയതല്ലേ. അപ്പൊ കുട്ടികളുടെ ഡ്രസ്സും കൂടി ഉണ്ടല്ലോ അവിടെ. അപ്പൊ അതും കൂടി നോക്കാന്ന് വെച്ച് നോക്കിയപ്പോ പാർക്കുട്ടിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് പറന്ന് പപ്പറവളായിട്ട് കിടക്കുന്ന ഉടുപ്പൊന്നും ഇഷ്ടമില്ല. അതായത് കുറെ ലെയറൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവിടെ ഇടുള്ളൂ, അല്ലെങ്കിൽ കുത്തുണു ചുറിയണു മാതോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മക്കുട്ടിയായിട്ട് സെലക്ട് ചെയ്തതാ ഈ ഒരു ടൈപ്പ് വിന്റേജ് മോഡൽ ടൈപ്പ് ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഡ്രസ്സ് എടുത്തു കേട്ടോ. ഇത് നോക്ക്, ഇത് അതും കുഞ്ഞു അവളുടെ ഇത് നോക്കി. ഇഷ്ടായ? എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പാർക്കുട്ടീനും അമ്മക്കുട്ടീനും കൊടുന്നപ്പോഴേ ഞാൻ എപ്പോഴും ഓൺലൈനിൽ ഞാനല്ല സെലക്ട് ചെയ്തെടുക്കാറ്. അപ്പൊ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ. അപ്പൊ എനിക്ക് തോന്നിയിട്ടോ ഇടയ്ക്ക് ഇവരെ ഉടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവരണം എന്നുള്ളത്. അവർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഈ സാധനങ്ങൾ മേടിച്ചു, കുറച്ച് മുട്ടയും അങ്ങനത്തെ അല്ലറ ചില്ലറ പലചരക്ക് സാധനം മേടിച്ചു, പാർക്കുട്ടിക്കുള്ള ഉടുപ്പ് മേടിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു, പാർക്കുട്ടിക്ക് ഉടുപ്പ് മേടിച്ചു. ഇങ്ങനെ അയ്യോ തുമ്പല് തന്നെ. അപ്പൊ എന്നിട്ട് നമ്മളിതേ പോവാട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നാളത്തെ പരിപാടിക്കുള്ള പായസം വെക്കണം, എന്തെങ്കിലും ഉച്ചക്കലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോ ഞാൻ വീട്ടിൽ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ പിന്നെ പിറ്റേ ദിവസത്തെ വ്ളോഗാട്ടോ പിന്നെ എടുത്തത്. നമ്മുടെ പാർക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞാൻ നമുക്ക് ജിമ്മിനൊക്കെ പോകണ്ടേ. അപ്പൊ ഞാൻ 4 മണിക്ക് തന്നെ എണീറ്റു. നമ്മുടെ ABC ഡ്രിങ്ക് ആട്ടോ, നിലാസെർബ്സിന്റെ, അതാ കുടിക്കണത് കേട്ടോ. അപ്പൊ ഞാൻ എണീറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അതിനിടയിൽ നമ്മൾ ഈ ഒരു ചെറു ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീ കൂട്ടി, അടുപ്പ് കത്തിച്ച് തീ കൂട്ടി നമ്മൾ അരി ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന് ബ്രൗൺ റൈസ് ആണ് ഇഷ്ടം. ഞാനപ്പോ കുറച്ച് നമ്മുടെ ഗീ റൈസ് മാതിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. അതിന് ആൾക്ക് അങ്ങനത്തെ റൈസൊന്നും, ഈ ഫ്ലേവർ ഉള്ള റൈസൊന്നും ആൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു 1/4 നാഴി അല്ലെങ്കിൽ ഒരു 1/2 നാഴി റൈസ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിവിടെ സവോള വഴറ്റുന്നുണ്ട്, അതായത് നമ്മുടെ ഗീ റൈസിലേക്ക് ഉള്ളത്. പിന്നെ ഇന്നിപ്പോ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ തക്കാളി ചമ്മന്തിക്ക് വേണ്ടി തക്കാളി ഞാനെടുത്ത് അരിയുന്നുണ്ട്. അമ്മൂന് അത് ഇഷ്ടം, ദോശയുടെ കൂടെ കഴിക്കാൻ സാമ്പാർ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തിയോ. അപ്പോൾ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് മുട്ട പുഴുങ്ങിയതും കൊടുത്താൽ അവളുടെ കാര്യം ഓക്കെ ആവും. അപ്പൊ അതൊക്കെ സെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ സവോള അങ്ങനെ കുറച്ചൊന്ന് വഴന്ന് കുറച്ചൊന്ന് ഫ്രൈ ആവണമല്ലോ. അപ്പൊ ഒത്തിരി പണിയാണ്. അപ്പൊ ഞാൻ കുറച്ച് പണികളൊക്കെ ഇപ്പൊ ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ ബാക്കി ബീഫ് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ജിമ്മിന് പോയി വന്നിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ജീരകശാലയുടെ റൈസ് മേടിച്ചിട്ടില്ല കേട്ടോ, കുഞ്ഞു റൈസ്. അപ്പൊ എനിക്കിഷ്ടം വലിയ റൈസാണ്, പക്ഷെ കുഞ്ഞു റൈസും ട്രൈ ചെയ്ത് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാ. ഞാൻ ഇടയ്ക്ക് വെക്കലുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇപ്പൊ ഉണ്ടാക്കണില്ല കേട്ടോ, വന്നിട്ട് ഉണ്ടാക്കാന്ന് ജിമ്മിന് പോയി വന്നിട്ട്. അപ്പൊ ഇവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന് ബ്രൗൺ റൈസ്, പിന്നെ ഞാൻ ബീഫ് വെക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ദോശമാവുണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ പാറക്കുട്ടന്റെ ബർത്ത്ഡേ ആട്ടാ. അപ്പൊ ഞങ്ങളിത് ജിമ്മിന് പോയിക്കൊണ്ടിരിക്കാം. വന്നിട്ട് വേണം പാറുവിനെ വിഷ് ചെയ്യാനായിട്ട്. സ്ട്രീറ്റ് ലൈറ്റ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടാ, അല്ലെങ്കിൽ കാണില്ല, ഇരുട്ട. അപ്പോൾ അമ്മു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ജിമ്മിന് വരുന്നത്. അമ്മു നമ്മൾ ട്രിപ്പിന് പോയിണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മുവിനൊരു ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോയിണ്ടായിരുന്നു മിനിയാന്ന്. അപ്പം അത് ഇന്നലെ അതിൻ്റെ ക്ഷീണമായിരുന്നു. പിന്നാണ് അമ്മു വരുന്നത്. കുറേ ദിവസം എല്ലാവരും ചോദിക്കും എപ്പോഴും അമ്മുവിന്. അപ്പം ഇനി നമുക്ക് നേരെ പോവാം. ലൈറ്റ് ഇനി അടുത്ത സ്ട്രീറ്റ് ലൈറ്റ് വരണം കണ്ണുണ്ടെങ്കിൽ, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നടക്കട്ടെ കേട്ടോ. ചില സമയത്തെ പട്ടികളുണ്ടാവും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ. നമ്മൾ ഇരുട്ടത്ത് ഇങ്ങനെ പോണത് തന്നെ വന്ന് കടി കിട്ടിയിട്ടാവും പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നല്ല നിറയുണ്ട്. ഇപ്പം അങ്ങനെ അധികം കാണാനില്ല, പക്ഷെ കരച്ചിലും ഓളിയൊക്കെ കേൾക്കാറുണ്ട്. അപ്പം എന്തായാലും ഇനി ഭയങ്കര ഇരുട്ടിലേക്ക് പോകണം, ഇനി കാണില്ല.
അപ്പം ഇനി ബാക്കി വിശേഷമൊക്കെ കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ജിമ്മിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കയറി. ഇനി അമ്മുക്കുട്ടിയോടെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് പാറുക്കുട്ടീനെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു പറയണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പാറുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങക്ക് പനിയുണ്ട് കേട്ടാ. മിക്കവാറും അച്ഛനും പാറുവിനും പനിക്കണ്ട ഇല്ലേ, ജലദോഷം ഉണ്ട്. അപ്പൊ വരൂ ബർത്ത്ഡേ കുട്ടി. അവിടെ നിന്ന് കേക്ക് മുച്ചണ്ടേ, കേക്ക് ഗിഫ്റ്റ് വേണ്ടേ, കേക്ക് മുച്ചണ്ടേ. നോക്കട്ടെ പാകുഞ്ഞനമ്മ നോക്കട്ടെ. പായസം കുച്ചണോ? വലിയ പോസായിട്ടാ. ഹാപ്പി ബർത്ത്ഡേ പോയി ചേച്ചി അമ്പലത്തിൽ കൊണ്ടുപോത്ര പാവുനെ. കുട്ടി ദേ അമ്പലത്തിൽ പോവാണ് ചേച്ചിയുടെ കൂടെ. എന്തൊക്കെ ഇട്ടിട്ടുള്ളത് പറയൂ. കൈമന്തള്ളേ പട്ടുപാവാടി ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് കൈ കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ 2 കൈമന്താട്ടി വാളയിട്ടു. ഞങ്ങൾ കണ്ണെഴുതി, പക്ഷെ അത് സമ്മതിക്കാണ്ട് അതിങ്ങനെ കണ്ണടച്ച് എഴുതിയതാട്ടാ. അപ്പൊ കണ്ണടച്ച് കണ്ണ് ഞങ്ങൾ കോക്കുവാക്കി. കണ്ണ് നേരം അടച്ചിട്ട് സമ്മതിച്ചില്ല. എന്നാലും കുഴപ്പമില്ല അല്ലേ, സുന്ദരിയായില്ലേ. നോക്കട്ടെ സുന്ദരിയായി ഒന്ന് ചോദിക്കപ്പോ. സുന്ദരിയായില്ലേ. നീ എവിടേക്ക് പോണേ? കല്യാണത്തിനല്ല, അമ്പലത്തിലേക്ക് ഷാമിന് തൊഴാൻ. ആരുടെ കൂടെയാ പോണേ? ചേച്ചിയുടെ കൂടെയാ. ചെരുപ്പിടണ്ട നീ പോണെങ്കിൽ. അമ്പലത്തിൽ കയറുമ്പോടരുത് കേട്ടോ, അവിടെ ഊരിടണം കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോ ചെരുപ്പിട്ടിട്ടേ അമ്പലത്തിലെത്തില്ലേ, അപ്പൊ അവിടെ പുറത്ത് ചേച്ചി ഊരിടണ പോലെ ചെരുപ്പ് ഊരിയിടണം കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളിൽ ചെരുപ്പിടാൻ പാടില്ല കേട്ടാ. പുറത്ത് ഊരി വെക്കണം ചേച്ചി ഊരി വെക്കുമ്പോ. ഓക്കെ. അപ്പൊ എന്നാ ആരുടെ ഹാപ്പി ബർത്ത്ഡേ? പാവുന്റെ. അപ്പൊ പോയിട്ട് വാട്ടെ ഷാമിൻ തോന്നിട്ട്. അപ്പൊ നമ്മുടെ അമ്മുക്കുട്ടിയും പാറുക്കുട്ടിയും കൂടിയിട്ട് എവിടേക്ക് പോണേ? അമ്പത്തിക്ക്. സുന്ദരിയായിട്ടാ അമ്മുക്കുട്ടി. സൂപ്പറായിണ്ട്. പാറുക്കുട്ടി ശൂന്യായിണ്ട്. എവിടെ ഇങ്ങോട്ട് നോക്കണേ. ചെരുപ്പിട്ടില്ലേ? അപ്പൊ കുട്ടിക്ക് ചെരുപ്പിട്ട് കൊടുത്തില്ലേ? ചെരുപ്പിട്ട് കൊടുക്കാം. ബായ് ടാറ്റാ. ബായ്. പോയിട്ട് വാട്ടാ. അപ്പൊക്ക് അമ്മ പാപ്പൊക്കെ ഉണ്ടാക്കി വെക്കാട്ടാ. ഓക്കെ. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോട്ടെ. നമ്മുടെ പിള്ളേർക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ എനിക്ക് സ്മൂത്തി. അതേ നമ്മുടെ ദോശ. അപ്പൊ ഞാൻ ഇന്ന് കുളിക്കണില്ല, കാരണം തല കഴുകണം. അപ്പൊ ഞാനൊരു പാക്കറ്റ് ഇട്ട് വേണം. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇവിടെ ചേട്ടൻ നമ്മളൊന്ന് ബീഫ് വെക്കാന്ന് വിചാരിച്ചാണ്. അതേ അതിരിക്കണ്ട്. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. ബീഫ് വെച്ചിട്ട് ഞാൻ അതിന്റെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി തലയിൽ പാക്കിട്ടിട്ട് കുളിക്കണം. അപ്പോൾ പിന്നെ ഇവിടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു കൊടുക്കേണ്ട ദിവസമാണ്. പക്ഷെ ഈ പണികളൊക്കെ ഉള്ള കാരണം അത് നടക്കുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം. പാറുവിനൊക്കെ നല്ല കിറുക്ക് ദോശ വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നൈസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടേ അങ്ങനെ വേണം ഉണ്ടാക്കാൻ. അങ്ങനെ അമ്മും പാറും കൂടി അമ്പലത്തിൽ പോയി വന്ന് പാറുവിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണം കേട്ടോ. അപ്പൊ അതങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അമ്മുവിനെ തന്നെ ഇഷ്ടം. ചേട്ടന്റെ അവിടെ സ്മൂത്തി നിലാസർസിന്റെ നമ്മുടെ സ്മൂത്തിയാണ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. അപ്പൊ ഞാനും അതിന്റെ കേട്ടോ കഴിക്കണം. ഇത് ഭയങ്കര നല്ലതാട്ടോ. വയറ് നല്ല രീതിക്ക് തന്നെ ഫില്ലാവും. പിന്നെ അതുപോലെ നമുക്ക് വേറെ ഒന്നും, എനിക്ക് 10 മണിക്ക് 11 ഒന്നും കഴിക്കാൻ തോന്നാറില്ല. വയറിങ്ങനെ നിറഞ്ഞിരിക്കും. പിന്നെ 2 മുട്ടയും കഴിക്കട്ടെ. അതിൽ 1 മുട്ടയുടെ മഞ്ഞയും 2 മുട്ടയുടെ വെള്ളയും കൂടി ഒരുമിച്ചാ കഴിക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പണി തുടങ്ങണേ മുന്നേ തലയില് പാക്ക് ഇട്ടിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടയും തൈരും കൂടിയിട്ടുള്ള പാക്കാന്ന് ഇടണം കേട്ടോ. ഇന്ന് പാക്ക് ഇടുന്ന ദിവസം. അതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ട് തുടങ്ങുകയാണെങ്കിലേ ബീഫ് വെക്കാണ്ട് പിന്നെ പായസം ഉണ്ടാക്കണം. ഇത് രണ്ടുമാണ് പണി. കുറച്ചുണ്ടാക്കുള്ളൂ. ഞാൻ 1/2 ഗ്ലാസ് കുടിക്കാൻ പാകത്തിന്, കൂടുതലൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ.
നമുക്ക് ജിമ്മിൽ കോർ വർക്കൗട്ടായിരുന്നു. കോർ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കാർഡിയോ വർക്കൗട്ടായിരുന്നു. അസലായിട്ട് പണിയെടുത്തിട്ട് ഒരു പരിവായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാം. നല്ല ഒരു ഇതാണ്, എക്സ്പീരിയൻസ് ആണ് അതെല്ലാവരും കൂടി ചെയ്യുമ്പോൾ. അതിലെല്ലാം ഉണ്ട്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ കുറേ അധികം വർക്കൗട്ടുകൾ ഒരുമിച്ച് കാർഡിയോൻ്റെ. അപ്പം അമ്മുക്കുട്ടി അവിടെ ഞങ്ങൾ മുന്നേ എപ്പോഴും വാങ്ങിച്ച എന്താ പറയുക ബർത്ത്ഡേ ഡെക്കോറിൻ്റെ സാധനങ്ങളില്ലേ, അതവിടെ ഇരിക്കുന്നുണ്ട്. മുന്നേ ആരുടെ ബർത്ത്ഡേക്ക് മേടിച്ചതാ, അമ്മൂൻ്റെയോ ചേട്ടൻ്റെയോ അങ്ങനെയുണ്ട്. അപ്പം അത് എടുത്തിട്ട് ഫ്രണ്ടിൽ ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ ചേച്ചിയും പാറും കൂടി പൂരതല്ല എന്ന് വെച്ചാൽ പാറു ഒരു ഭാഗത്ത് നിന്ന് ഒട്ടിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് വലിക്കും പോയിട്ട്, വേറെ ഒന്നുമില്ല അതന്നെ അങ്ങനെ. അപ്പം മാറിക്കാൻ പറഞ്ഞാൽ ആൾക്ക് അതിൻ്റെ ഒപ്പം എല്ലാത്തിനും നിൽക്കണം. പക്ഷെ എന്നാൽ തൊടുമ്പോഴേ ആൾക്ക് അറിയില്ലല്ലോ അതങ്ങനെ വലിക്കാൻ പാടില്ലാവും. പിടിച്ച് വലിക്കുമ്പോൾ ഒട്ടിച്ചതൊക്കെ ഇങ്ങോട്ട് പോരും. അതാണ് സംഭവം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പണിയോട് നോക്കട്ടെ. ഇപ്പം തന്നെ 10:10 കുട്ടീൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പാട്ട് പാടിക്കും പാട് കേൾക്കണില്ല, കേൾക്കണില്ല. ഗുഡ് ഗേൾ അല്ലേ. പാട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. എന്റെ പാട്ടിന്റെ പാട്ടാണ് അല്ലേ, നല്ല പാട്ടല്ലേ പാറു, ഇഷ്ടപ്പെട്ട. അപ്പൊ നമ്മുടെ കുക്കറിൽ നമ്മള് ബീഫ് വെച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ട തലേന്ന് ഇങ്ങനെ ഒഴിച്ചു വന്നിട്ടുള്ളതാ. കുളിക്കണം കേട്ടാ, മുട്ടയുടെ മണുണ്ട്, സോറി. അപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ പായസം കൂടി ഉണ്ടാക്കാന്ന് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം 10-11 മണി ആവാറായി, നേരം വൈകി. അപ്പൊ അതുകൊണ്ട് തന്നെ പായസം ഇനിയിപ്പോ കുളി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അതിന് നിൽക്കണ്ട, അപ്പൊ തന്നെ കൈയോടെ ഉണ്ടാക്കാം. എന്തായാലും കുക്കറിൽ ഇത് വിസിലടിച്ച് സെറ്റ് ആവണ വരെയുള്ള സമയമുണ്ട്. ഇവിടെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കണം, അതൊന്നും അടിച്ചിട്ടില്ല. അപ്പോ അതെ, ഞാനെപ്പോഴും മേടിക്കുമ്പോഴേ നമ്മൾ അത്യാവശ്യം ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നല്ല എന്താ പറയാ, ഇപ്പൊ ഏതൊക്കെയാ ടേസ്റ്റി നിബിൾസും അതുപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ ബ്രാൻഡുള്ള അത് അങ്ങനത്തെ ഇങ്ങനെ മസാലകളുടെ കുറെ ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മൾ വലിയ വലിയ പരസ്യങ്ങളൊക്കെ കാണുന്നത്. ഏതാ ഇപ്പൊ ഡബിൾ വേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇങ്ങനത്തെ പായസം പൊടികളൊക്കെ ചിലപ്പോൾ മേടിക്കാറുണ്ട്, ചിലപ്പോൾ വീട്ടിൽ പൊടിക്കും. പക്ഷെ നമ്മൾ ഈ പായസം മിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മിക്സ് ഒക്കെ മേടിക്കുമ്പോൾ പുതിയ ചെറിയ ബ്രാൻഡ് ആണെങ്കിലും പുതിയത് ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ ഹരിതം, ദ കിങ് ഓഫ് ടേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സംയുക്ത വർമ്മ പരസ്യം ചെയ്തിട്ടുള്ള ബ്രാൻഡ് ആയിട്ടത്. ആള് പടക്കുണ്ട് ഇവിടെ. അപ്പോ അങ്ങനെ വലിയ ഒരു ഹൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എപ്പോഴും എല്ലാവരും മറ്റുള്ള ബ്രാൻഡൊക്കെ മേടിക്കണ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഇത് മേടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവർക്കും പാറുവിനും അമ്മൂനും ചേട്ടനും ഒക്കെ ഇഷ്ടം നമ്മുടെ എന്താ പറയാ സേമിയാണ്. ഇതിന്റെ പല ടൈപ്പ് പായസങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോ കണ്ടിരുന്നു പാലട അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ സേമിയാണ് മേടിച്ചു, കാരണം എല്ലാവരും കഴിക്കുന്നത് വാങ്ങിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ ഞാൻ അടുപ്പത്തേക്ക് പാല് വെച്ചിട്ട്, ഇത് മുഴുവൻ ആവശ്യം ഉണ്ടാവില്ല. ഇത് വന്നിട്ട് 1 ലിറ്ററിനൊക്കെ ആവും. ഞാനിപ്പോ കുറച്ചാ, ഇത് 1.5 ലിറ്ററിന്റെ ആട്ടോ പാല്. അപ്പൊ ഞാൻ ഇത് മുഴുവൻ എടുക്കണില്ല, കുറച്ചേ എടുക്കണുള്ളൂ. കാരണം ഞങ്ങൾ ഒരു 1/2 ഗ്ലാസ് എല്ലാവർക്കും കിട്ടാൻ, കാരണം ഇവിടെ മധുരം ചേട്ടന് ഇഷ്ടമില്ല, ചേട്ടൻ തീരെ മധുരം കഴിക്കില്ല. അപ്പൊ കുറച്ചെങ്ങാനും കുടിക്കാം, ഇത്ര എങ്ങാനും കുടിക്കുള്ളൂ പായസം കൊടുത്താൽ, അതും കഷ്ടപ്പെട്ട കുടിക്കുക. ഞാനാണെങ്കിലും മധുരം ഇപ്പൊ ഇന്നും കൂടി നാളെ തുടങ്ങിയിട്ട് സ്ട്രിക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ഷുഗർ ഡയറ്റ്, ഷുഗർ കട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുന്നു വിചാരിക്കുന്നത് അറിയില്ല. കാരണം ഇന്നിപ്പോ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ഉള്ളത് കൊണ്ട് തന്നെ 1-ാം തൊട്ട് തുടങ്ങാഞ്ഞ്. അപ്പൊ നാളെ തൊട്ടിട്ട് അപ്പൊ അതേ ഇതാണ് സംഭവം. ഇതില് വെർമിസെലി, ഷുഗർ ഉണ്ട്, കാഷ്യൂനട്ട്, ഡ്രൈ ഗ്രേപ്സ്, കാർഡമം, ഗീ, ഇതൊക്കെ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പൊടിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ പറയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദേ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് നമുക്കിത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് ഇടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഇടാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പാല് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രത്തില്. ഇതാ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട്, ബാക്കി എടുത്തു വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതാ കണ്ടില്ലേ,
ഇതിലെല്ലാം ഉണ്ട്. നമ്മൾ സാധാരണ ഇതുമാതിരി തന്നെ ചിലയിടത്ത് ഞാൻ ഈ ഉണക്കമുന്തിരി കണ്ടിട്ടില്ല കേട്ടോ. ഇതിലിതേ ഉണക്കമുന്തിരി ഉണ്ട്, കാഷ്യൂ, പിന്നെ നല്ല നെയ്യിന്റെ ഏലക്കായൊക്കെ മണം വേണ്ട രീതി. അപ്പൊ എന്തായാലും ഇത് ഇനി എപ്പോഴെങ്കിലും എപ്പോഴാണോ അറിയില്ല കഴിക്കാൻ പറ്റുന്നത്. അപ്പോ ഞാനിവിടെ കുറച്ച് റബ്ബർ ബാൻഡുകൾ എടുത്തേക്കൂട്ടാ. എന്നിട്ട് മിക്കതിന് റബ്ബർ ബാൻഡ് ഉണ്ടാവും. എന്റെ റബ്ബർ ബാൻഡ് ഉണ്ടാവും ഇങ്ങനെ സാധനങ്ങളും വെക്കാൻ. അപ്പൊ നമ്മള് ഇതിൽ തന്നെ ആക്കി, ഇതിന് ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ആക്കി വെക്കാൻ നല്ലത്. എത്രത്തോളം ഡേറ്റ് ഉണ്ട് നോക്കണത്. 3/3/2026 വരെ ഉണ്ട് ഡേറ്റ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കത്തി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, ഇത് ഇങ്ങനെ പരന്നത്. ഇതിപ്പോ ഞാൻ ബീഫ് നന്നാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് എപ്പോഴും ഉപയോഗിക്കണത് ഈ ചെറിയ കത്തി. ഇത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പൊ ഈ 3 കത്തി ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ കുറെ നാളായി മേടിച്ചിട്ട്. അപ്പൊ ഇതില് ഈ കത്തി അധികം എടുക്കാറില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്യണതൊക്കെ ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെയാവും, ചെറുതുകൊണ്ട് തന്നെയാവും. അപ്പൊ ചേട്ടൻ പറയും ഒരു കത്തി എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പൊ ഈ കത്തി ഇതിലൊരു കവറും കൂടി ഉണ്ട്. ഞാൻ കവർ വരിട്ട് കൊണ്ടുവന്നതാ. നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഇതുമത്തെ ഇത് എപ്പോഴും ഉപയോഗിക്കണ കാരണം ഇതുമത്തെ കളർ കുറച്ചാണ്ട് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് സൂപ്പറാണ് ഈ പരന്നിട്ടുള്ളത് ഈ കത്തി. എന്താന്ന് വെച്ചാല് ഇതുപോലെ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യാനും പിന്നെ എന്താ പറയാ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നല്ല മൂർച്ചയുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിന് മേടിച്ച കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഞാൻ കുറെ നാളെ ഏകദേശം ഒരു 6 മാസത്തിന് മേലായിട്ടുണ്ട് മേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നന്നായിട്ട് തോന്നിയോണ്ട് ജസ്റ്റ് ഞാൻ പറയാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ കഴുകി എടുത്ത് വെക്കാൻ പോവായിരുന്നു. കാരണം ഇതുമ്മത്തെ എന്താ പറയുക ബ്ലഡിന്റെ ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ മുറിച്ചിട്ടേ. അപ്പൊ അത് കഴുകി എടുത്ത് വെക്കി. ഇത് എപ്പോ ഇവിടെ വെക്കില്ല കേട്ടോ. കാരണം വെച്ചാലേ ചിലപ്പോ വെള്ളം എടുക്കുമ്പോ പെടക്ക് വെച്ച് താഴത്തേക്ക് വീണ കുട്ടിയെടുത്ത് താഴെ നിൽക്കണോണ്ടേ വലിയ കത്തികളൊന്നും വെക്കാറില്ല. ചെറുത് പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി പോകും. ഇതൊക്കെ ഇങ്ങനെ മുകളിൽ നിൽക്കും, ഇങ്ങനെ ഇറങ്ങി പോവാണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടും വേറെ സ്ഥലത്ത് എടുത്ത് വെക്കും. ഇത് മാത്രം ഇവിടെ വെക്കുക ചെയ്യാം. അപ്പൊ അതാണ് കേട്ടോ ടാഗ് ചെയ്യാം. അപ്പൊ അതേ നമ്മുടെ റൈസ് ഇവിടെ റെഡി ഉണ്ട്. റൈസിൽ ഞാൻ കുറച്ചധികം എന്താ പറയാ നട്ട്സ് ഇട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാഷ്യൂ അത് ഇവിടെ ഭയങ്കര ഇഷ്ടം പാറുവിന്. അത് കാരണം പിന്നെ അതേ കുറച്ച് പാറുവിന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ. കുറച്ച് എരിവുള്ള ചിക്കൻ അടിയിലുണ്ട്. പിന്നെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് സാലഡ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് കുറച്ചുള്ളൂ കേട്ടോ. ഒരു 1/2 kg മേടിച്ചാണ്, അത്രേ ഉള്ളൂ. അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ തോരടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ റെഡി ആയിട്ട് നമ്മുടെ വെന്റിന്റെ അമ്മേ. എനിക്ക് എല്ലാ പണി അലക്കണോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ പണിയും കൂടി ആകുമ്പോഴേ ചിലപ്പോ നമുക്ക് പറ്റാണ്ട് വരും. അങ്ങനെ എത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നേരം ഉണ്ടെങ്കിൽ എത്തണില്ല എന്ന് തോന്നുന്ന സമയം. അപ്പൊ ഈ ഒരു സംഭവമില്ലേ, ഉണ്ണി ചെറുതായിരുന്നു ഇപ്പൊ മേടിച്ചതാ ഈ കുഞ്ഞു തോരിടണത്. അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും കുടഞ്ഞ് തോരിടാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഹലോ, അപ്പൊ ഞാൻ അതേ കുളിച്ച് വന്നു കേട്ടോ. ഞാൻ മുഖത്ത് സിറിട്ടുണ്ട്, അതാണ് ഒരു എണ്ണമയം പോലെ. പിന്നെ ഞാൻ അതേ നമ്മുടെ എന്താ പറയാ കുളിച്ച് കഴിയുമ്പോൾ നമ്മള് ഒരു ആഫ്റ്റർ കെയർ മാതിരി നമ്മുടെ ഇത് തയ്ക്കാറില്ലേ ജെലാറ്റിൻ സെറ്റിങ്. അപ്പൊ അതാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. കുറച്ച് പേര് എന്നോട് ഈ നോസ് പിന്നിന്റെ കാര്യം ചോദിക്കലുണ്ട് കേട്ടോ. നോസ് പിന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴേ എന്താണ് ഏതാണ് എവിടെ നിന്നാന്നൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കഴിഞ്ഞ കൊല്ലാണോ ചേട്ടൻ എടുത്തതാണ്. കുറച്ച് വലിയ നോസ് പിന്നെ ഡയമണ്ട് കേട്ടോ. ഇതിപ്പോ ഇപ്പൊ നോട്ടീസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ടെന്നറിയും മുഖത്തിലെ മാംസങ്ങളില്ലേ ആ ഒരു വണ്ണം അത് കുറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മൂക്കത്തിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവണതാ. അത് ഇപ്പൊ ഞാനല്ല, അപ്പോൾ ഈ ഒരു നോസ് പിന്നിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സംഭവം പെട്ടെന്ന് മനസ്സിലാവണമെന്ന് അറിയൂ. മുന്നേ മനസ്സിലാവാഞ്ഞത് മുഖം നല്ല തടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോസ് പിൻ എടുത്തറിയണ്ടായിരുന്നില്ല. ഇപ്പൊ മുഖത്ത് ആ ഒരു കുറെ അധികമായിട്ടുള്ള മാംസഭാഗങ്ങളില്ലേ അത് കുറഞ്ഞപ്പോ മുഖത്തിന്റെ ഒരു സ്ലിം ആവുമ്പോ നോസ് പിന്ന് പെട്ടെന്ന് എടുത്ത് കാണുന്നതാട്ടോ. ഇതിപ്പോ ഞാൻ മാത്രല്ല, നിങ്ങൾ കുറച്ച് സ്ലിം ആയവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വലിയ മൂക്കുത്തി, കുറച്ച് വലിപ്പമുള്ള മൂക്കുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണും. തടിയാവുമ്പോൾ അവരെ മുഖത്ത് അത് അങ്ങോട്ട് സെറ്റായി പോവും. അങ്ങനെയാണ് അത് ആ സംഭവമാണ്. അതാണ് ഇപ്പൊ കുറച്ച് പേരൊക്കെ അത് നോട്ടീസ് ചെയ്യണത്. അങ്ങനെ പിന്നെ പാറുക്കുട്ടിക്ക് 3 വയസ്സായപ്പോ എനിക്ക് വേറൊരു സന്തോഷമുണ്ട്. ജൂൺ തുടങ്ങി പാറുക്കുട്ടി സ്കൂളിൽ പോവും. അപ്പൊ എനിക്ക് കുറേ പ്ലാൻ ഉണ്ട്. എന്താ പറയാ, ഞാൻ കാത്തിരിക്കുന്ന സമയമാട്ടാ. കാരണം പാറുക്കുട്ടി ഉണ്ടായപ്പോ തുടങ്ങിയിട്ട് ഈ സമയം വരെ ചാനലിലും അതുപോലെ തന്നെ 2 ചാനലിലും എനിക്ക് ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ അവളുടെ പിറകെയായിരുന്നു. അപ്പം ജൂണിലേക്ക് 3:30 ആവും. 3:30 എത്തും.
അപ്പൊ 3.5 വയസ്സിലാണെങ്കിൽ നമുക്ക് ചേർത്താം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊക്കെ വിടായിരുന്നു അംഗൻവാടി. ഇവിടെ അംഗൻവാടി ഇല്ല കേട്ടോ, കുറേ ദൂരെയാണ് അംഗൻവാടി. അവിടേക്കും നമുക്ക് പോയി കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനൊക്കെ പാടാം. അപ്പൊ ഞങ്ങളിനിപ്പം ജൂണിൽ പ്രീ KG ചേർത്തണത്. അങ്ങനെ ഞാൻ ഫ്രീ ആയി. അപ്പോൾ എന്താ പറയാ, കുറച്ചധികം ഐഡിയാസ് ഉണ്ട്. ഹാർട്ട് ചലഞ്ച് ഒക്കെ ഇല്ലേ, 75 days ഹാർട്ട് ചലഞ്ച്, അതൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിലൊക്കെ ചെയ്യണമെന്നാണ് പ്ലാൻ ഉള്ളത്. ജൂൺ കഴിയട്ടെ. അപ്പോൾ ഈ 2026 എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കേട്ടോ. പ്രതീക്ഷയാണ്, ഇത് നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചെല്ലാം നടക്കാറില്ല. ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമുക്ക് വന്ന് ചേരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്നിട്ടാന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഹെയർ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, പണ്ടത്തെ മാതിരി ആക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ഇയറിൽ ഞാൻ കുറച്ചിങ്ങനെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എല്ലാ കൊല്ലം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ആരോട് അങ്ങനെ പറയാറില്ലെങ്കിലും അതിൽ കുറച്ചൊക്കെ നടക്കും. ചിലത് അതിന് വിചാരിക്കില്ലെങ്കിൽ ഉള്ളിൽ നടക്കും, ചിലത് തീരെ ഒന്നും എത്തില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഫസ്റ്റ് വ്യൂ ഉള്ള ഡയറി തുടങ്ങി എനിക്കുണ്ട്. ഫസ്റ്റത്തെ വ്യൂ എനിക്ക് 14 പേരാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടത്. പിന്നെ 26, 9 അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഫസ്റ്റത്തെ ഒരു ദിവസം ഇട്ടിട്ട് കണ്ടിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ ഡയറിയും ഉണ്ട് എല്ലാ കൊല്ലത്തെയും. അപ്പം അങ്ങനെ അപ്പം ഞാൻ ആ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പം ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. പാറക്കുട്ടിയുടെ വളർച്ച, അമ്മുവിൻ്റെ ഏകദേശം ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഇപ്പം അമ്മ നോക്കി അടുത്ത കൊല്ലം 9ലേക്ക് 10ലേക്ക് ദൈവമേ അങ്ങനെ വലുതായി. ഇനി പാടം അങ്ങനെ തന്നെ. പിള്ളേരൊക്കെ തന്നെ പടപടെ, പ്രത്യേകിച്ച് പെൺകുട്ടിയോട് വേഗം വളരുന്നു പറയാം. അപ്പം അങ്ങനെ ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് എനിക്ക് ഇന്ന് ആകെ നേരം വൈകിട്ട് പണിയുള്ളതായിരുന്നു. അടിച്ചോടെ നടന്നില്ല. വെള്ളിയാഴ്ചയാണ് ഞാൻ അടിച്ചു തുടയ്ക്കാറുണ്ട്. മൊത്തത്തിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വേണം. ജിമ്മില്ലാത്ത ദിവസം ഒടുക്കത്തെ പണിയായിരുന്നു ജിമ്മിൽ. അയ്യോ, പക്ഷെ രസമാട്ടോ അത്. എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ് ഇപ്പം ജിമ്മിൽ പോകാന്നുള്ളത്. ഭയങ്കര ഒരു താല്പര്യമാണ് ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക. അതിങ്ങനെ ചില സമയത്ത് നമുക്ക് പറ്റാണ്ട് വരില്ല ഇങ്ങനെ ചെയ്ത്. ആ സമയത്ത് ഞാൻ എന്താ പറയുക, ചില സമയങ്ങളിൽ ഞാൻ ഈ തടി വെച്ച സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് വന്നിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും നേരിട്ടാണെങ്കിലൊക്കെ അതൊക്കെ ഓർമ്മ വരും. അപ്പം എനിക്ക് ഇരട്ടി പവറിൽ ചെയ്യാൻ തോന്നും. അപ്പം നിങ്ങളാണെങ്കിലും അതെ, നമ്മൾ തളർന്നു പോകുമ്പോൾ അപ്പോൾ അതാലോചിക്കുക. അപ്പോൾ നമുക്ക് ഇരട്ടി പവറായിരിക്കും, ഉറപ്പായിട്ടും വരിക പവർ. അങ്ങനെ അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നടക്കും എന്തോ. പിന്നെ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് ഞാനിപ്പോൾ 1 മാസം കഴിഞ്ഞു, 2 മാസത്തേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, സാധാരണ ആദ്യത്തെ മാസം ഭയങ്കര പാട്, പിന്നത്തെ മാസവും പാട്. ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം എന്നാണ് പറയുക. പക്ഷെ എനിക്ക് ഓരോ ദിവസം ചെല്ലുന്നതോറും എനിക്ക് ഭയങ്കര ക്രേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബോഡിക്ക് വന്നത് എനിക്ക് വയറിൻ്റെ, ഞാൻ കാണിച്ചുതരാം മീൻസ് പറയാം. അതായത് ഈ പോർഷനിൽ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മടക്കുണ്ടായിരുന്നു. അത് നിവർന്നു കറക്റ്റ് ഇങ്ങനെ ഷേപ്പ് വന്നു. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം. ഇതങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇപ്പോഴും ഇവിടെ ഒരു മടക്കുണ്ടാവാറുണ്ട്. ആ മടക്ക് കറക്റ്റ് നിവർന്നു. പിന്നെ ഇവിടെ ഒരു മടക്കുണ്ടാവാറുണ്ട്. ഇവിടെ ആ മടക്കും നിവർന്നു. അതായത് വയറൊക്കെ ചുരുങ്ങി നമ്മുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഫേസ് നല്ലോണം ഈ നെക്ക് ഇങ്ങനെ ഇടുങ്ങിയിട്ടായിരുന്നു തടി കൂടിയിട്ട്. ഇപ്പൊ നെക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തല ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത മാതിരി നിൽക്കണം. നെക്ക് ഇങ്ങനെ സ്ലിം ആയിട്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയിന്റെ ഈ ഡ്രസ്സുകളൊക്കെ ലൂസായി, പക്ഷെ കൈ നന്നായി ടൈറ്റ് ആയില്ല. തന്നെ ഇതിനൊക്കെ കൈ ടൈറ്റാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഉറച്ച മസിലായിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയാ, ഈ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ബൈസിപ്സിനും ട്രൈസിപ്സിനും ഒക്കെ ചെയ്യുന്നോണ്ട് തന്നെ ആ ഒരു എന്താ പറയാ, ഒരു സംഭവങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പെർഫെക്റ്റ് ആയെന്നല്ല, ഞാൻ ആരെങ്കിലുമൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. പിന്നെ ഫേസ് യോഗയുടെ കാര്യം ഇതാ, ഈ ഒരു പോർഷൻ കണ്ടോ, നമുക്ക് കറക്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഫേസ് യോഗ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ആ ഒരു നമ്മുടെ സ്കിന്നാണെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഷേപ്പാണെങ്കിലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും അടിപൊളിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ തന്നെ ഭയങ്കര ഒരു മാറ്റം വന്നത് എനിക്ക് ജിമ്മിൽ പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, വെറുതെ അല്ല ജിമ്മിൽ പോയി തുടങ്ങി കുറച്ച് ഒരു ആക്റ്റീവ് ആയവർ പിന്നെയും ജിമ്മിൻ്റെ വീഡിയോസ് ഇടുന്നത്. അത് അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു
ആ ഒരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് അവർ അതിന്റെ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ആരെങ്കിലും ഒരു ജിമ്മിൽ പോയി തുടങ്ങി ഒന്ന് ഫിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ പിന്നെ ഒട്ടുമിക്ക വീഡിയോയിലും ജിമ്മിന്റെ വീഡിയോ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സന്തോഷമാണ്. അതാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈസ അല്ല ഗുഡ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ ഇതുപോലെ ആരെങ്കിലൊക്കെ ജസ്റ്റ് പൈസ കൊടുത്ത് മടി പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സാഹചര്യം അറിയില്ല കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്. എനിക്കെന്ന് പറഞ്ഞാല് എനിക്കിപ്പോഴാണ് സത്യം പറയാലോ, എനിക്കിപ്പോഴാണ് അതിനുള്ള സാഹചര്യം കിട്ടിയത്. പിന്നെ എന്താ പറയുക, പൈസ കൊണ്ടാണെങ്കിലും പോവാനാണെങ്കിലും ഇപ്പൊ പാറക്കുട്ടി ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് ആക്കി പോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം. ഇനിയിപ്പോൾ പാറക്കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പകലെപ്പോൾ വേണമെങ്കിലും പോവാം ജിമ്മിന്. ഞാൻ ചേട്ടൻ്റെ കൂടെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മൂനെയും കൂടി കൊണ്ടുപോകണം, കാരണം അത് പറ്റില്ല, കാരണം അവളുടെ സ്കൂൾ ടൈമും കൂടി നോക്കണമല്ലോ. അങ്ങനെ അപ്പോൾ സാഹചര്യം ഉണ്ടായിട്ട് ജിമ്മിലൊക്കെ കാശ് കൊടുത്ത് മടി പിടിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കേട്ടോ. ഇല്ലാത്തൊരു വീട്ടിൽ ചെയ്യാട്ടോ. ഞാനിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോഴല്ല പോയി തുടങ്ങിയത്, ഒരു വീട്ടിലായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും എനിക്ക് അവിടെ പോയിട്ട് അപ്പോൾ വർക്കൗട്ട്, കോർ വർക്കൗട്ട്, കാർഡിയോ വർക്കൗട്ട്, അങ്ങനത്തെ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ചില കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ. മിക്കതും മെഷീൻ വെച്ചിട്ടുള്ള വർക്കൗട്ടൊക്കെ ആദ്യമായിട്ട് ചെയ്യണമെങ്കിലും ബാക്കി പുറത്ത് എക്സ്ട്രാ അല്ലാണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാം. നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സും കോച്ചുമാരൊക്കെ ഒരുപാട് നല്ല കോച്ചിൻ്റെ വീഡിയോസ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ തന്നെ അത്യാവശ്യം യോഗ മാറ്റൊക്കെ മേടിച്ച് ചെയ്താൽ അത് മതി. നമുക്ക് പറ്റാത്തവർക്ക് അതാണല്ലോ ഓപ്ഷൻ, വീട്ടിൽ ചെയ്യാം. ഉണ്ണികളുള്ളവർക്കും പിന്നെ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത്രേ ഉള്ളൂ. ഫോണുണ്ടല്ലോ, അതിൽ ഒരുപാട് നല്ല നല്ല കോച്ചുകളിലെ കേട്ടോ. ജസ്റ്റ് ഒരു വ്യൂവിന് വേണ്ടിയിട്ടല്ല, നല്ല കോച്ചുകളെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത്. ഞാനൊരു ജോനാസിൻ്റെ വീഡിയോ ആയിരുന്നു, അവരുടെ ബിഗിനേഴ്സ് ട്രെയിനിങ് അതായിരുന്നു കണ്ടിരുന്നത് കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റത്തെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് അവരുടെ ബിഗിനേഴ്സിൻ്റെ ട്രെയിനിങ് അടിപൊളിയാണ്. ഞാൻ എപ്പോഴും പറയും, മുന്നും പറഞ്ഞിട്ടുണ്ട് അവരുടെ വീഡിയോസിൻ്റെ കാര്യം. എന്താ പറയുക, ജമ്പിങ് ജാക്സ്, അതുപോലെ തന്നെ മൗണ്ടൻ ക്ലൈമ്പിങ്, അങ്ങനെ മറ്റേ സ്ക്വാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴാണ് അങ്ങനത്തെ സംഭവമൊക്കെ കാണുന്നത് തന്നെ അവർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് അന്ന് മുതലേ ചെയ്തതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കതൊരു പെയിനായിട്ട് ഇപ്പം എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 100 എണ്ണം വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. പിന്നെ അവസരം വരുമ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അപ്പം അത്രയുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിൽ ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇനിയും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എത്ര കാലം പോകാൻ പറ്റും അത്രയും കാലം ഞാൻ മുടങ്ങാണ്ട് പോകും. പിന്നെ പൈസയുടെ കാര്യം എനിക്ക് അറിയില്ല. പൈസ എൻ്റെ കയ്യിലുണ്ടോ, എല്ലാ മാസം കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പൈസ കയ്യിലുണ്ടോ ഞാൻ പോകും, ഇല്ലെങ്കിൽ വീട്ടിൽ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എന്താ പറ്റിയെന്ന് വെച്ചാല് ചേട്ടന് വരാൻ പറ്റിയില്ല. ആള് വർക്കിന് പോയിട്ട് ആൾക്ക് എന്താ പറയാ തിരിച്ച് ഉച്ചയ്ക്ക് ഉണയിക്കാൻ വേണ്ടി വരാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും പാറക്കുട്ടി അമ്മക്കുട്ടിയും കൂടിയിട്ട് പാറക്കുട്ടിക്ക് വാരിയൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കഴിക്കുക കേട്ടോ. ആള് കാലത്ത് പോയതാണ് വർക്കിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിലാ സർവീസിന്റെ ഇതിന് തന്നെയാണ്, വർക്കിന് തന്നെയാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പൊ അങ്ങനെ പോയിട്ട് പിന്നെ ആള് പറഞ്ഞു വരാൻ പറ്റില്ലേ, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആള് പിന്നെ വന്നില്ല. പിന്നെ ഇതേ പായസം കുടിക്കുമ്പോൾ ഈ കാണിക്കുന്ന ആക്ഷൻസ് വേറെ ഒന്നല്ല, ഇത് ഓവറായിട്ട് കാണിക്കുന്നതല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഇപ്പൊ മധുരം അങ്ങനെ സ്റ്റോപ്പ് തന്നെയാണ്. വല്ലപ്പോഴും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലേക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കാണ്ടിരുന്നിട്ട് കഴിക്കുമ്പോഴേ ഒരു ജാതി കുത്തല് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിരുന്നത് മധുരം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മള് പായസം പോലത്തെ കുറച്ച് അധികം മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര കുത്തല് കഴിഞ്ഞു. ഞാൻ പായസം മുഴുവൻ കുടിച്ചില്ല കേട്ടാ, ഭയങ്കര ഒരു കുറ്റബോധം. അത് 2-3 ടീസ്പൂൺ കുടിച്ചിട്ട് നിർത്തി. അപ്പോൾ ഇനി കുറേ എഡിറ്റിംഗ് പണിയുണ്ട്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ കുറേ അധികം എഡിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മൂന് ഇന്ന് 2:30 ട്യൂഷൻ. ഇപ്പം സമയം ഏകദേശം 2 മണിയാവണു. അപ്പം അമ്മ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഉണ്ട്. അപ്പം ചേട്ടന് ജോലി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു, നിർഭാഗ്യവശാൽ എനിക്ക് വരാൻ പറ്റില്ലടി, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. അപ്പോൾ ആളും കൂടെ ഉണ്ടാകുന്ന ഓർത്തിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ വൈകുന്നേരം കഴിക്കാൻ അങ്ങനെ വൈകുന്നേരം സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ കഴിക്കാറില്ല ഭക്ഷണം, ചിക്കൻ സാലഡൊക്കെയാണ്. പക്ഷെ ഇന്നിപ്പോൾ ബീഫും ഒക്കെ ഉള്ള കാരണം വൈകുന്നേരം ഞാൻ കഴിക്കില്ല കേട്ടോ. ചേട്ടന് ഇഷ്ടമുള്ള വിഭവമാണ് ബീഫ് വിഭവം. അപ്പോൾ ഇനി എഡിറ്റിങ് പണിയാണ്. അപ്പം ഇനി പാറുവിൻ്റെ കാര്യങ്ങൾ ഇവിടെ എന്താ അമ്മെന്തോ എന്താ പറയുക ഒരു ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി 4 ബലൂണും കൂടി കെട്ടണം, എന്നിട്ട് കേക്ക് കട്ടിങ്. ഇല്ല കാര്യമായിട്ടൊന്നും ഇല്ല, ചെറുത്. ഡ്രസ്സ് മാറിയാ പോവാറായിട്ടില്ലല്ലോ? ഉണ്ടാവില്ലേ? എത്ര നേരത്തെ പോണം ഇതിനാ? ആയിട്ടില്ലല്ലോ. ഹലോ, അപ്പൊ ദേ ഒരു 6 മണിയായിട്ടപ്പോ. അപ്പൊ അമ്മക്കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വന്നതായിരുന്നു ലേസ് തിന്നത്.
ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം അവളിപ്പോ അങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല, എനിക്കറിയണമല്ല. അവള് നന്നായിട്ട് ക്ഷീണിച്ചു. ഇപ്പൊ വല്ലപ്പോഴൊക്കെ കഴിക്കും. അപ്പൊ ഇന്നലെയാണോ അമ്മു ടൂർ പോയപ്പോ കൊണ്ടുവന്നതല്ലേ? അമ്മു ടൂർ പോയപ്പോഴേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തന്നായിരുന്നു. പിന്നെ അതാണോ അത് ആണോ? അപ്പൊ അച്ഛൻ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോലോ. അപ്പൊ അവളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്പ്രിങ്കിൾസ്, ഒരു ലേസും ഒരു സ്പ്രിങ്കിൾസ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതാണ് അവിടെ ഇരിക്കുന്നത്. അവിടുന്ന് വാങ്ങിയതാ. അച്ഛനെ എന്തൊട്ട് വാങ്ങിയെന്നറിയില്ല. കാരണം പാറു കാണാണ്ടാണ് അച്ഛൻ പോയിട്ട് വണ്ടി നിർത്തോളം വന്നത്. കാരണം അല്ലെങ്കിൽ ആള് സമ്മതിക്കില്ല, അവള് വേണമെന്ന് പറയും. അപ്പൊ ട്രിപ്പ് പോണേന്റെ വൈകുന്നേരം അച്ഛൻ വണ്ടിയിൽ വാങ്ങി അച്ഛൻ്റെ പോയി എടുത്തോന്ന് അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെ പറയണേട്ട് ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് എടുത്ത് ബാഗിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ അതാണ് കഴിക്കണേ. അപ്പൊ ഞങ്ങൾ ഇനി പാർക്കുട്ടിയുടെ മേലെ എഴുതാൻ പോവാണ്. എന്താന്ന് വെച്ചാല് പാർക്കുട്ടിക്ക് ഇനി കേക്ക് മുറിക്കണ്ടേ, കേക്ക് മുറിച്ചണ്ടേ, കേക്ക് മുറിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, കേക്ക് തിന്നണം അല്ലേ? അപ്പൊ ചിലപ്പോ ചേച്ചി മാമനും വരും കേട്ടോ. അവര് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് വരാറുണ്ട് ഇങ്ങനെ എല്ലാ കൊല്ലം ബർത്ത്ഡേക്ക്. ഞങ്ങള് അങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിക്കണമൊന്നുമില്ല, പക്ഷെ അവര് വരും. പാർക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അമ്മൂനാണെങ്കിലും അവരെ കുട്ടികളല്ല ഇവര് രണ്ടാളും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരും ഉച്ചരിഞ്ഞിട്ട് അമ്മൂന് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഇപ്പൊ വരും. അപ്പൊ ഞങ്ങള് കുളിച്ചൊന്ന് മേല് കഴുകി നല്ല ഉടുപ്പ് ഇടണ്ട അല്ലേ, നമുക്ക് കേക്ക് മുറിക്കാറാവുമ്പോ ഇടാം. അച്ഛൻ വന്നിട്ടില്ലായിരുന്നു, ചേട്ടന് ഭയങ്കര പണിയാ. ചേട്ടൻ ഊണ് കഴിക്കാൻ വന്നില്ല, പുറത്തുനിന്ന് കഴിച്ച. ഇനി കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു കേക്ക്, ഒരു 1/2 kg കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുള്ള. കാരണം എന്താ വെച്ചാല് മധുരം ഒന്നും ആരും താല്പര്യമില്ലാത്തോണ്ടേ. ഓ വലിയ 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 കേക്കില്ല, വലിയ കേക്കില്ല. അപ്പൊ ഞങ്ങള് പോയിട്ട് ഇനി മേലെ എഴുതട്ടെ കേട്ടോ. മേലെ എഴുതാം. അമ്മൂടി ഹെൽപ്പ് ചെയ്യാതെ പൊട്ടിക്കാൻ. അത് അവൾക്ക് ഒരിതാ. ഇനി അത് പൊളിക്കണമെങ്കിൽ പറ്റില്ല. അവിടെ വെക്കി, ഇങ്ങോട്ട് തിരിച്ചു വെക്കി. അടി പൊട്ടോ ഇപ്പഴത്തേക്ക് തിരിച്ചു. അങ്ങനെ എന്തിട്ടാ പറഞ്ഞത്? എന്തിട്ടത്? എടുക്ക്. ഇതെന്തിട്ടത്? ഇവിടെ വെക്കി. ആ പെട്ടിയെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് അത് ഇവിടെ വെക്കി. ആ താഴത്തേക്ക് വെക്കത്. അതല്ല അത്, അതന്നെ ആളൊക്കെ മിടുക്കണ്. അങ്ങനെ ദേ നമ്മുടെ ചേച്ചി മാമനും വന്നപ്പോ പാർക്കുട്ടിക്ക് ദേ ഒരു കൊട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കൊട്ടയിൽ നിറച്ച് കളിപ്പാട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയാ, ചോറ് വെച്ച് നമ്മള് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കില്ലേ, അങ്ങനത്തെ ആ ഒരു സംഭവം കേട്ടോ. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവള് കുറച്ചും കൂടിയും ഈ കാറും ജീപ്പും അങ്ങനത്തെ മെക്കാനിക്സ് ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവളുടെ ഒരു മോഡൽ. അതായത് അവൾക്ക് ബാർബികൾ എന്ന വിലപ്പെടുത്തില്ലേ, അമ്മു ബാർബിയുടെ ആളായിരുന്നു. അപ്പൊ അതേ പാർക്കുട്ടി ഡ്രസ്സ് മാറ്റിച്ചു. അപ്പൊ ഈ ഒരു ഉടുപ്പായിട്ട് ഇടിച്ചത് വൈറ്റ് ഷർട്ടും നല്ലൊരു കോഫിയുടെ കളറുള്ള ടോപ്പ്. ഞാനും കോഫി തന്നെ കളറിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേക്ക് കേട്ടോ. ചെറിയൊരു എന്താ വാഞ്ചോ തോന്നുന്നു വാങ്ങിച്ചത് കേക്ക്. പിന്നെ ചേട്ടൻ പിന്നെ ബ്ലാക്ക് തന്നെ ഇട്ടത്. ചേട്ടന് പിന്നെ ബ്ലാക്ക് ആണ്, അത് ഫുൾ ടൈം ബ്ലാക്കും അതാക്കി ആളുടെ മറ്റേ ഡ്രസ്സ് ഇട്ടോ. പിന്നെ അവൾ എന്ത് ചെയ്താലും മാറ്റില്ലേ. പിന്നെ വേറെടുത്തേക്ക് ട്രിപ്പൊക്കെ പോകണം മാറ്റണമെങ്കിൽ. അപ്പൊ അതേ ഞങ്ങള് സെറ്റായി. ചേച്ചി മാമനോടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാട്ടാ. കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചു. ചേച്ചി കൊടുത്താ അങ്ങനെ നമ്മുടെ പാറക്കുട്ടന് 3 വയസ്സായി. അങ്ങനെ ഞങ്ങളുടെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മധുരമൊക്കെ കൊടുത്ത് പങ്കുവെച്ച് അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ.
ഓടിക്കാന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പൊ ഞങ്ങള് കൊറേ ഈ സാധനം മേടിക്കണം ഓർത്തിട്ടേ. പാർക്കുട്ടിക്കാണെങ്കിൽ ഇങ്ങനത്തെ മെക്കാനിസം കുന്ത്രാണ്ടത്തുമ്പോ കേരളൊക്കെ കുറച്ച് കൂടുതലാ. ആള് ഇങ്ങനെയെങ്കിലൊക്കെ കീറും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയാലേ. കുറച്ചിത്തിരി എന്താ പറയാ അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഇഷ്ടം കൂടുതൽ. ചേട്ടനൊരു പ്രകൃതം തോന്നുന്നുണ്ട്. അപ്പോ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഈ എന്താ പറയാ 1 leg സ്കൂട്ടർ അങ്ങനെ എന്തോ ആണ് പറയണത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ആ മൂടി നോക്കിയിട്ട് മേടിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്കൂട്ടർ ഇങ്ങോട്ട് തിരിയില്ലേ, നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ ഞങ്ങൾ ഇത് റിട്ടേൺ ചെയ്തിട്ട് ആ തലഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ ടൈപ്പ് ഉള്ളതും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പൊ അത് വന്നിട്ടില്ല. ഞാൻ അത് വരുമ്പോ ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ അമ്മുക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടിച്ചു വരിയിട്ട്. ഹലോ, അപ്പൊ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇപ്പൊ 3 മണിയായിട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പാറക്കുട്ടിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമ്പോ തന്നെ നടക്കണത് കണ്ട. അല്ല കാല് ഇതാണ് പ്രശ്നം, കാലുമ്പോ കയറ്റും കൊടുത്തിട്ട് എല്ലാവരും കാലുമ്പോ കയറ്റുണ്ട്. അമ്മക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഉറങ്ങും. ചേട്ടന്റെ ഇവിടെ മസിലും പിടിച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടന് പനിയാണ് കേട്ടോ. പാറുവിനും ഉണ്ട് കുറച്ച്. അപ്പൊ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കിടക്കണം. പാറുകുട്ടി ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തോണ്ട് തന്നെ ആൾക്ക് ഉറക്കം വേണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കണേ. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മുടെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേ ചെറിയൊരു സെലിബ്രേഷൻ ആക്കില്ല കേട്ടോ. ഞങ്ങൾ ഈ ജനുവരി തുടങ്ങിയിട്ട് സെലിബ്രേഷൻസ് ഒക്കെ പരമാവധി ചുരുക്കാനായിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അതായത് ഈ കൊല്ലം, അതായത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളിൽ തന്നെ ഒതുക്കി ഇതാക്കുക, അത്രേ ഉള്ളൂ. വ്ളോഗ് എടുക്കണ്ട്, അത് നമ്മുടെ സന്തോഷം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്നുള്ളത് അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് അങ്ങനെ ചെറുതായിട്ട് ആഘോഷിച്ചേ. അമ്മുക്കുട്ടി ഉറക്കം വന്നിട്ടൊക്കെ എടുക്കുന്നത്. അമ്മൂട്ടീനെ അറുത്തന്ന് ജിമ്മിന് പോയില്ലേറ്റിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പറയ് ലവ് യു ഓൾ, ലവ് യു ഓൾ പറയ്. ലവ് യു.